5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അമ്മ എന്താ ചോദിച്ചത്? ഏയ് വേറൊന്നുമില്ല, അസുഖത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചതാ. ഇതിരിക്കെ ഗൗതം വരുമ്പോ വേഗം അവനെയും കൂട്ടി വീട്ടിലോട്ട് വരാൻ പറ നിധിയോട്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുക ഞാനിവിടെ. ഒരു കാര്യം ചെയ്, നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ മതി. എന്താ എന്റെ എന്തു പറ്റി? എനിക്ക് തോന്നുന്നത് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് പാർവതി അവിടെ നിങ്ങളെയും കാത്തിരിക്കാന്നാ. കഴിക്കാൻ ചെല്ലാതിരുന്നാ അത് മോശമല്ലേ? അപ്പൊ ഫോണിൽ കൂടെ അമ്മയോട് പറഞ്ഞത് ഇതാണല്ലേ? എന്നും അവിടെ നിന്ന് തന്നെയല്ലേ കഴിക്കുന്നത്? ഇന്ന് ഈ വീട്ടിൽ ഇത് ആദ്യമായിട്ടല്ലേ? അമ്മ ഇപ്പൊ വേറെ ഒന്നും ആലോചിക്കണ്ട. അതല്ല മോനെ, നിങ്ങൾ കഴിക്കാൻ ചെന്നില്ലെങ്കിൽ അത് പാർവതിക്ക് വലിയ വിഷമാവും. വയ്യാത്ത അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാതെ ഇറങ്ങിപ്പോയാൽ അമ്മയ്ക്ക് വിഷമാവില്ലേ? ദേ നോക്കിയേ, എന്റെ പെറ്റമ്മയുടെ കൈകൊണ്ട് രണ്ടുപേരും അമ്മയും മകനുമാണെന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വെച്ചു വിളമ്പുന്നതാ. ഈ ഭക്ഷണം കഴിക്കാനുള്ള കൊതിയോടെയാണ് ഞാനിവിടെ വന്നിരുന്നത്. ഇപ്പൊ എനിക്കിത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്ര കൊതിയോടെയാ ഞാനിതൊക്കെ ഉണ്ടാക്കിയെന്നറിയാമോ? വലിയ സങ്കടത്തോടെയാ ഞാൻ നിങ്ങളോട് പൊയ്ക്കോളം പറഞ്ഞത്. അത് പാർവതിക്ക് വേണ്ടി മാത്രമാ. തൽക്കാലം അമ്മ അതൊന്നും ആലോചിക്കണ്ട. ബാക്കി കൂടി ഇങ്ങനെ വിളമ്പിക്കേ. കറികളൊക്കെ ഇഷ്ടായോ മോനെ? ഇഷ്ടമായോന്നോ? സൂപ്പറായിട്ടുണ്ട്. എന്റെ മനസ്സറിഞ്ഞുണ്ടാക്കിയതുപോലുണ്ട്. ഇതാണ് ശരിക്കും അമ്മ മനസ്സ്. അമ്മ ഇരുന്ന് കഴിച്ചേ. അമ്മേ അമ്മേ, എനിക്കൊരാഗ്രഹം, അതൊന്ന് സാധിച്ചു തരുമോ? എന്താ മോനെ? കുഞ്ഞിലെ എനിക്ക് ഭക്ഷണം തരാനൊന്നും പറ്റിയില്ലെന്ന് അമ്മ നേരത്തെ സങ്കടം പറഞ്ഞില്ലേ? പെറ്റമ്മയുടെ കൈകൊണ്ട് ഒരുപിടി ചോറ് കഴിക്കണമെന്ന മോഹം എനിക്കും ഉണ്ടമ്മേ. ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അമ്മയുടെ കൈകൊണ്ട് ഒരു ഉരുള എന്റെ വായിൽ വെച്ച് തരുമോ? എന്താ മോനെ തരുമെന്ന് ചോദിക്കുന്നേ? അതെന്റെ സ്വപ്നമല്ലേ? അതിനു വേണ്ടിയില്ലേ ഞാൻ ജീവിച്ചത്? എന്റെ മോനെ ഞാൻ തരാം. മോന് മാത്രമേ ഉരുളയുള്ളോ? മരുമോൾക്കില്ലേ? എന്റെ മോന്റെ രാജ്ഞിക്ക് പിന്നെ ഞാൻ തരാതിരിക്കോ? വാങ്ങോട്ടെ. പാർവതിയമ്മ
അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയാണല്ലോ ഭഗവാനെ. ഒരു വലിയ തെറ്റല്ലേ ഞങ്ങൾ ഈ ചെയ്യുന്നത്? അമ്മയ്ക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താമേ? അതൊന്ന് പറഞ്ഞേ. വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിക്കണമെന്നല്ലാതെ ഇന്നത് കഴിക്കണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെന്ന്. കഴിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം ഒന്നുകൂടി കഴിക്കാൻ തോന്നിയിട്ടില്ലേ? എന്തോ ഉണ്ട്, പറഞ്ഞേ അതെന്താണെന്ന്. ഒരു കാര്യമുണ്ട്, പക്ഷേ ഈ ജന്മം അത് ഇനി ഒരിക്കലും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ പറയേ, അങ്ങനെ ഒരു ഭക്ഷണം ഇനി എവിടെയാണെങ്കിൽ പോലും അത് ഞാൻ അമ്മയ്ക്ക് എത്തിച്ചു തന്നിരിക്കും. എങ്കിൽ പറയട്ടെ. പറയേ. അത് പിന്നെ നല്ല നെയ്ച്ചാള മുളകിട്ട് വെക്കുന്ന ഒരു കറിയുണ്ട്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആരാണെന്നറിയാമോ? എന്റെ പാർവതി. പാറു ഉണ്ടാക്കുന്ന ആ മീൻകറി ഇപ്പോഴും നാവിൻ തുമ്പിൽ നിൽക്കുക. ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയൊരിക്കലും അത് കിട്ടാനും പോകുന്നില്ല. വൈകുന്നേരത്തിന് മുന്നേ ഹോം നേഴ്സ് ഇവിടെ എത്തും. അതുവരെ തനിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഹോം നേഴ്സ് വരുന്നവരെ ഞങ്ങളും കൂടെ ഇവിടെ ഇരിക്കാം. ഏയ്, അതൊന്നും വേണ്ട മോനെ. ഇത്രയും വർഷങ്ങൾ തനിച്ചിരുന്ന എനിക്ക് 1-2 മണിക്കൂറുകൾ തനിച്ചിരിക്കാനാണോ ബുദ്ധിമുട്ട്? പാറു ഇവിടെ കാത്തിരിക്കല്ലേ, നിങ്ങൾ പൊയ്ക്കോ. ആന്റി, പ്രിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ എല്ലാം ഹോം നേഴ്സിന് അയച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. എന്നാലും ഒരു ശ്രദ്ധ വേണം കേട്ടോ, മരുന്ന് മുടക്കി കളയല്ലേ. ഇനി എനിക്ക് ജീവിച്ചിരുന്നല്ലേ പറ്റൂ. അതിപ്പോ എന്റെ കൂടി ഒരു വാശിയാ. ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. ശരി അമ്മ. മോനെ, ഓ, മോനെ കിട്ടിയതോടെ നമ്മൾ ഔട്ടായി. ആരും ഇല്ലാതിരുന്നപ്പോ ഞാനേ ഉണ്ടായിരുന്നു. എനിക്കെന്റെ മോനെ പോലെ തന്നെയാ മരുമോളും. ആ നിക്ക് ഞാനേ എന്റെ ഒരു സെൽഫി എടുത്തോട്ടെ. ആ നിധി, ഇനി ഞാനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അസല് ഫോട്ടോ എടുത്തേ. ആന്റി, മുഖം ഒരല്പം കൂടി ഉയർത്തിപ്പിടിച്ചേ. സൂപ്പർ. എവിടെ നോക്കട്ടെ. ഓക്കെ, ഇത് കൊള്ളാല്ലേ? നന്നായിട്ടുണ്ടല്ലേ? നിറഞ്ഞ മനസ്സ്